Hey guys, back to our channel. It's my Fida Nizam. അപ്പോൾ ഈ വീഡിയോ ശരിക്കും ഇതിന് മുമ്പ് ഇടാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഇത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് വന്ന് ഇതിന് വേറെ പർച്ചേസ് ചെയ്യാനായിട്ട് ഡേയ്സ് ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ വന്ന് 29th ഇവിടെ എത്തിയത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണോ അന്നാണോ എന്ന് പോയാൽ എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഇത് കുറേ ദിവസമായല്ല, ഇത് കഴിഞ്ഞ് കുറേ ആയി. അപ്പോൾ ഇത് ഞങ്ങളുണ്ടല്ലോ ടോയ്ലറ്റിൽ പോയ സമയത്ത് എൻ്റെ വാപ്പയും അനിയനും ഇത് കളിക്കാനെന്നും പറഞ്ഞ് പോകണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവരെ കാണുന്നില്ല. അത് ഞങ്ങൾ തപ്പി ഫോൺ കോൾ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. കുറേ പ്രാവശ്യം കോൾ ചെയ്തിട്ടും കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം തപ്പി ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം, ഞാൻ അങ്ങാടും ഇങ്ങാടും വെറുതെ നടക്കണ കാണാം അവരെ നോക്കിയിട്ട്. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ആയി. ഞാൻ ലുലുവിൽ വന്നിട്ട് ഇപ്പോൾ കുറേ മാസമായി കാണും. നാട്ടിൽ എക്സാമിൻ്റെ ഇതൊക്കെ ആയി, 12th ആയ കാരണം എക്സാമിൻ്റെ അതൊക്കെ കാരണം ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ ഇതിലിപ്പോൾ കുറേ ഗെയിംസും കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫുഡ് കോർട്ട് തന്നെ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗ് ഇട്ടിട്ട് ഇനി നെക്സ്റ്റ് വ്ളോഗ് ഇടാൻ മേ ബി കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. കാരണം ഇപ്പം എൻ്റെ നീറ്റ് കോച്ചിങ് ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര ടൈറ്റ് ക്ലാസ്സസാണ്. രാവിലെ 8 o'clock to വൈകുന്നേരം 5 o'clock വരെയാണ്. പിന്നെ വന്നിട്ട് ഉറങ്ങിപ്പോവും. എന്നിട്ട് ഒരു 6 മണിയൊക്കെ അപ്പോൾ ഒരു മണിക്കൂറെല്ലാം ഉറങ്ങും. എന്നിട്ട് എണീറ്റ് പഠിക്കാനിരിക്കും. കാരണം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എക്സാംസ് ഉണ്ട് ഞങ്ങൾക്കിവിടെ. നീറ്റിൻ്റെ പോലെ തന്നെ ആക്ച്വലി 240 മാർക്സിനായിരിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അവർ 720 മാർക്സിനൊക്കെ ആയിട്ട് അങ്ങനെ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് അതിന് മുമ്പ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളതാണിത്. പിന്നെ അങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഇതിപ്പോൾ ഇതിൽ കാണാം കുറച്ച് മുമ്പിൽ വീഡിയോസ് എന്തൊക്കെയാണ് പറയണേ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീൽ ഓർ നോ ഡീൽ കളിച്ച് മൂഞ്ചി പോണൊരു സാധനം. കാരണം ഞാനെടുത്ത ബോക്സ് മറ്റേ സൂട്ട് കേസ് ഇത് 7 നമ്പറായിരുന്നു. ആക്ച്വലി അതിൻ്റെ ടിക്കറ്റോ അതിലത്തെ ഇത് നമ്പർ വലുതായിരുന്നു. നമുക്കറിഞ്ഞൂടല്ലോ. ഞാനാണെങ്കിൽ ആദ്യമൊക്കെ നോഡിൽ അടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഡീലിൽ പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ 500 സംതിങ് തോന്നുന്നു കിട്ടിയത്. ആക്ച്വലി എനിക്ക് കിട്ടിയ കാർഡിൽ ഞാൻ ആക്ച്വലി സെലക്ട് ചെയ്ത് വെച്ചാൽ 7 ഇതിൽ അതിനെക്കാട്ടിയും ഹ്യൂജ് നമ്പറായിരുന്നു. വെറുതെ അതും കിട്ടിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് ഡീൽ ഓർ നോ ഡീൽ കളിക്കണ സാധനം. ഭയങ്കര സീരിയസിലൊക്കെ ഇരുന്ന് കളിച്ച് അവസാനം മൂഞ്ചിപ്പോയി. പിന്നെ ഈ സാധനം കണ്ട 0 ഗ്രാവിറ്റി. ഇതിൽ എനിക്ക് കയറാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര മോഷൻ സിക്നെസ്സാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളും കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. ഫസ്റ്റ് തന്നെ ഗെയിമിങ്ങിലോട്ട് പോയത് എൻ്റെ അനിയൻ. അതിനാണ് മെയിനായിട്ട് അവൻ ഇവിടെ വന്നത്. അതുകൊണ്ട് അതിന് പോയിട്ട് പിന്നെ ഡ്രസ് സെക്ഷനിലോട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് കുറേ തപ്പിയാലേ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെ കുറേ തപ്പിയിട്ട് അവസാനം കിട്ടി. ബെല്ലടിച്ച് ഓക്കെ ഗൈസ്, ബൈ. ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണുന്നവർക്കും ബൈ.